നമ്മുടെ നാഥൻ സ്നേഹനാഥനാണ്. ആ റബ്ബിലേക്ക് നമുക്കെന്തെങ്കിലും ഒരു പരിഗണന കിട്ടണമെങ്കിൽ ആ പരിഗണനക്കുള്ള അടിത്തറയും അതിനുള്ള അടിസ്ഥാനവുമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, അതും ഇബാദുർ റഹ്മാനിൻ്റെ പ്രത്യേകതകളൊക്കെ പരിചയപ്പെടുത്തിയതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ പറയുന്ന വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക എന്ന് ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തസ്കിയത്ത് സംഗമം കഴിഞ്ഞ് ഇതിൽ പങ്കെടുത്ത് ഇഫ്താർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കാൻ ആവശ്യമായ വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിങ്കലേക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ, നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലാകുന്ന വിധത്തിൽ ക്രമീകരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ തസ്കിയത്ത് സംഗമത്തിന്റെ വിവിധങ്ങളായ സെഷനുകൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് വലിയ രൂപത്തിലുള്ള ഇൻസ്പിറേഷനാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ധാരണയുണ്ട്. ഈ തസ്കിയത്ത് സംഗമത്തിന്റെ പ്രോഗ്രാമുകൾ ഓരോന്നും കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ഒരു മനുഷ്യന്, വിശിഷ്യാവിശ്വാസിക്ക് ഏതെല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് തസ്കിയത്ത് നേടിയെടുക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാവിധത്തിലുമുള്ള ചാർട്ടുകളും കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത് അതിനൊക്കെ ആവശ്യമായ ഫാക്കൽറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു റിസൾട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മുടെ നഫ്സിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നഫ്സാണ് തീരുമാനമെടുക്കേണ്ടത്. ബഹുമാന്യനായ അൻഫസ് നൻവണ്ട ആ വിഷയം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് നഫ്സിന്റെ ഇൽഹാമിലെ ഫുജൂറിൽ നിന്ന് വിട്ട് തഖ്വയിലേക്കുള്ള ആ ഇൽഹാമിനെ കരസ്ഥമാക്കുമ്പോഴാണ് അനാവശ്യ കാര്യങ്ങളിൽ നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുക. തൗബ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ഈ റമദാനിന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ തൗബ അള്ളാഹുവിന് ഇഷ്ടമുള്ള തൗബയായി പരിഗണിക്കുമോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ പ്രത്യേകം അള്ളാഹു പറഞ്ഞത് അറിവില്ലാത്തത് കൊണ്ട് ചെയ്ത തെറ്റുകൾ എന്നാണല്ലോ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തൗബ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ആവശ്യമുള്ള തൗബയായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഈ തസ്കിയത്ത് സംഗമത്തിന്റെ ഹാള് വിട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ മനസ്സറിഞ്ഞ് ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കണം. എത്രയെത്ര പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാർത്ഥനകളും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മദ്രസ പാഠ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ തുടങ്ങി സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സംഘടനക്ക് കീഴിൽ നടക്കുന്ന ഒരുപാട് സംവിധാനങ്ങളിലൂടെയും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടുന്ന 4 ഭാഗങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും പഠിക്കുന്നുണ്ടാവും. എന്നാൽ അതിനപ്പുറത്ത് അതിൻ്റെ ഒരു ആശയം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ആശയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്തുള്ള ഒരു ആദർശത്തെ മുറുകെ പിടിച്ചിട്ട് ആ ആദർശബോധത്തോടുകൂടി പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദിക്ർ ചൊല്ലുന്നത്, ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. സമയം ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഒരുപാട് അവസരങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങി രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഞാനും നിങ്ങളും നിർവഹിക്കാൻ എത്രയെത്ര പ്രാർത്ഥനകളാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് കാറു സബാഹും അത് കാറുൽ മസാവും തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും ഭക്ഷണം കഴിച്ചതിനു ശേഷവും വസ്ത്രം ധരിക്കുമ്പോഴും നമ്മൾ ഏതേത് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ തുടങ്ങി പ്രത്യേകിച്ചും ഈ വിശുദ്ധ റമദാനിൽ പ്രാർത്ഥനക്ക് വലിയ ഉത്തരം കിട്ടുന്ന സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സുകളിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടിയുണ്ട്.
പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആശയമറിയാൻ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആദർശത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളുന്ന സമയത്താണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുക. ഈ അടുത്ത ദിവസങ്ങളിലായി CH മുസ്തഫയെ പോലെയൊക്കെയുള്ള ആളുകൾ നോമ്പിനെ കുറിച്ചും നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങേയറ്റം നികൃഷ്ടമായ വിധത്തിൽ പരാമർശിക്കുകയുണ്ടായി. കേവലം ഓപ്ഷണലായ നോമ്പിനെയാണ് ഈ മതപുരോഹിതന്മാർ കൊണ്ടുപോയി പല നിലക്കും നിർബന്ധമാക്കി ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആക്കിയത് എന്ന് തട്ടിവിടുമ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെയാണ് ഇസ്സത്തുണ്ടാക്കിയെടുക്കാൻ കഴിയുക? ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ ഇവിടെ സംസാരിച്ച ഡോക്ടർ മുബഷിർ പാലത്ത് പറഞ്ഞ ഓരോ വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടിയ ഒരു വ്യക്തിക്ക് എന്തിനാണ് അൽഹംദുലില്ലാ പറയുന്നത് എന്ന് ബോധ്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയുമ്പോൾ റബ്ബിലേക്ക് മടക്കപ്പെടേണ്ടവനാണെന്ന ധാരണയോട് കൂടിയിട്ടാണ് ആ അൽഹംദുലില്ലാ വന്നത്. അത് മനസ്സിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ മരണം മാത്രം സ്വർഗത്തിന് തടസ്സമാകുന്ന പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അങ്ങനെ തുടങ്ങി തഖ്വയെ വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ ആഖിബത്ത് നന്നാക്കാനുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിദ് ദുനിയാ വഅദാബിൽ ആഖിറ തുടങ്ങിയ എത്രയെത്ര പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളൊക്കെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് നിർവഹിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് അവസരങ്ങൾ റബ്ബ് നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയത് എന്ന് പല മഹാന്മാരെയും ഇസ്ലാം ആശ്ലേഷണത്തിന് പോലും കാരണമാക്കിയ ആയത്തിലൂടെ അല്ലാഹു പറയാ, അൽഹാഖുമുത് തകാസുർ, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന ഇടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ പേരിൽ, നിങ്ങളുടെ സമ്പത്തിന്റെ പേരിൽ, നിങ്ങളുടെ വ്യവഹാരങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള, നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള അശ്രദ്ധ, അത് ഖബറിടം സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമസ്കാരം കഴിഞ്ഞൊരു 5 മിനിറ്റ് നേരം റബ്ബിന്റെ മുമ്പിൽ കരം നീട്ടാൻ സമയമില്ലെങ്കിൽ എന്നെ ബാധിച്ചിട്ടുള്ളത് തകാസുറാണോ എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, അവസാനിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ ISMന്റെ പ്രവർത്തകർ നിങ്ങളുടെ ഒക്കെ മുമ്പിലൂടെ തസ്കിയത്ത് സംഗമത്തിന്റെ ബാധ്യതകൾ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള കത്തുമായിട്ടാണ് കടന്നു വരുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫിസ്സറാഇ വല്ലറാഇ, സന്തോഷത്തിന്റെ വേളയിലും സന്താപത്തിന്റെ വേളയിലും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയങ്കരനായ നമ്മുടെ ഒരു പണ്ഡിതൻ, കുറെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അത് ഈ സമയത്ത് പറയുന്നത് അനിവാര്യമായിരിക്കുമെന്ന് തോന്നുന്നത് കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളിൽ നിന്ന് കടമൊക്കെ വാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നപ്പോഴാണ് ഒരു പ്രൊജക്റ്റിനെ പറ്റി കേട്ടത്. ഈ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ 5000 രൂപ എടുത്തിട്ട് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാണ്, അതുകൂടി എഴുതിക്കോ എന്ന് പറയാണ്. അപ്പൊ ഈ കളക്ഷൻ എടുക്കുന്ന വ്യക്തിക്കറിയാം ഈ പണ്ഡിതൻ വലിയ കടബാധ്യതയിലാണുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ പൈസ ഇപ്പൊ തൽക്കാലം വേണ്ട, കടമൊക്കെ വീടിയിട്ട് മതി എന്ന് പറഞ്ഞപ്പോ, അല്ല, എനിക്ക് ഏതായാലും ഇപ്പൊ 3 ലക്ഷമൊക്കെ കടണ്ട്, ആ ലക്ഷത്തിന്റെ കൂട്ടത്തിൽ ഒരു 5000 കൂടി വന്നോട്ടെ, അത് കുഴപ്പമില്ല, നല്ല കാര്യത്തിനല്ലേ എന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് പ്രിയപ്പെട്ടവരെ മർക്കസ് ദഅവയുടെ കരുത്തെന്ന് പറയുന്നത്. ഇത് കേവലം ഒരു വാക്ക് അധികരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ചോര നീരാക്കി അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പല നിലക്കും പല വിധത്തിലുമുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അതിൽ നിന്ന് സംഘടനക്ക് കൊടുക്കുകയാണ്. ദഅവാ ഫണ്ട് വന്നപ്പോൾ നമ്മളൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ വരുമാനം പറഞ്ഞപ്പോൾ നമ്മൾ 5-10 ദിവസത്തെ വരുമാനങ്ങൾ കൊടുത്ത ആളുകളുണ്ട്. അത് ഈ ആദർശ പ്രസ്ഥാനത്തോടുള്ള നമുക്കടങ്ങാത്ത നമ്മുടെ വലിയ ആഗ്രഹമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ
പ്രവർത്തനങ്ങൾ നിലച്ചുപോയാൽ ഇവിടെ ഇസ്ലാഹ് നടത്താൻ ആരുമുണ്ടാവില്ല എന്ന തിരിച്ചറിവിന്റെ ബദറിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ ആ പ്രതിധ്വനിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ISMന്റെ കുറെ ആളുകൾ ഈ തസ്കിയത്ത് സംഗമത്തിന് വേണ്ടി ഓടി നടക്കുമ്പോഴും അവർ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ നമ്മളുടെ പ്രാർത്ഥനയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എന്തായിരുന്നാലും അവർക്ക് ആവശ്യമായ പ്രതിഫലങ്ങൾ കൊടുക്കും. എന്നാൽ നമ്മളെപ്പോലെ നല്ല മക്കളെ കിട്ടാൻ സാലിഹീങ്ങളായ രൂപത്തിൽ അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹം അവർക്കും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ, അവർ വല്ലാതെ വേദനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഓരോ അപകട വാർത്തകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ മഹാനായ സയ്യിദ് മൗലവിയുടെ മകനായിട്ടുള്ള സുഹൈൽ സാബിർ മാഷ്, അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും നാളെ കേൾക്കുന്ന വാർത്ത എന്താണ് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ സംഘടനാ സാരഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അത് മാത്രമാണ് നമ്മുടെ കരുത്തായി മാറുന്നത്. ഓരോ സംഘടനാ പ്രവർത്തകനും മരിക്കുമ്പോൾ ഒഴുകിയെത്തുന്ന സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും എവിടെ നിന്നാണ് ഇത്രയും ആളുകൾ ഈ വ്യക്തിക്കുള്ളത് എന്ന് നാട്ടുകാർ അന്താളിച്ചു നിൽക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തി, കുടുംബക്കാരൊക്കെ അത്ഭുതപ്പെടുത്തി, പരാവാരം കണക്കെ സാഗരം കണക്കെ കടന്നു വരുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാനുണ്ടാകുമ്പോൾ അതിലും വലിയ അനുഗ്രഹം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും ഇടം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന നല്ല ദാസന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.